എനിക്ക് പണ്ട് പ്രേതത്തെ പേടിയായിരുന്നു. ഹോസ്റ്റൽ മേറ്റ്സ് അടിപൊളിയായിരിക്കും. എല്ലാ ഹോസ്റ്റലിലും ഒരു പ്രത്യേകത, അവിടെ പ്രേതമുണ്ട്. അജ്ഞാതനോ? എന്താ പറഞ്ഞ അജ്ഞാതൻ? അജ്ഞാതൻ എന്ന പേര് പ്രേതത്തിന് പേര്. You didn't even give him a name. രവി. ആ പ്രേതത്തൊന്ന് റെസ്പെക്ട് ചെയ്യടാ. ആ പ്രേതം എഴുതിട്ട് ഒരു നല്ല പേര്. ലോക്കേല പ്രേതത്തിന് പേരെന്താ? ചന്ദ്ര. നീലി. പ്രേതം വന്നിട്ട് പ്രേതൊക്കെ ഇപ്പൊ കോമഡി ആയി. ഒരു റീല് ഞാൻ കണ്ടു. പുലർച്ചെ 4 മണിക്ക് പ്രേതം വന്ന് വാതിലിൽ മുട്ടും. എന്നിട്ട് ഇയാൾ തുറന്നിട്ടിപ്പോ അപ്പൊ ഇയാൾ ഓരോട്ടോ മനുഷ്യനൊന്ന് ഉറങ്ങും സമാധാനമായിട്ട് നാളെ. അതായത് പ്രേതൊക്കെ കോമഡി. നമ്മളൊക്കെ പണ്ട് പ്രേതം പറഞ്ഞ് കുറെ പേടിപ്പിച്ച ചെറുപ്പത്തിലൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എവിടെയെങ്കിലും പോകുമ്പോ ബാക്കിലാരോ ഫോളോ ചെയ്തിട്ട് നമുക്ക് തോന്നി ഇരുട്ടത്തേക്ക് ഇങ്ങനെ ചെല്ലം നോക്കുമ്പോ അങ്ങനെയുണ്ടോ? എനിക്ക് പണ്ട് പ്രേതത്തെ പേടിയായിരുന്നു. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി നിന്നാൽ മതി എന്ന് പറഞ്ഞു. സീരിയസ്ലി 10ാം ക്ലാസ് പഠിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സംബഡി ഈസ് ഫോളോയിങ് മീ അങ്ങനെയൊക്കെ. അങ്ങനെ പുറത്തിറങ്ങി ഞാൻ രാത്രി ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച് ഒരു ദിവസം രാത്രി ഇങ്ങനെ നീ എന്റെ കൂടെ കൂടി എല്ലാത്തിനും ബീജിൽ വിട്ടു. ഞാനിങ്ങനെ പുറത്തിറങ്ങി 12 മണി കഴിഞ്ഞ് 12:05 ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നിന്നു. അപ്പൊ അത് പറഞ്ഞു ഒരു 10-15 മിനിറ്റ് അവിടെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് തിരിച്ചു വരിക, നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നു. അങ്ങനെ ഞാൻ നിന്നു. ഞാൻ നോക്കിയപ്പോ നൈസ്, ബ്യൂട്ടിഫുൾ, ഒരു പ്രശ്നമില്ല. ഇതാണോ ഞാൻ എത്ര നേരം പേടിച്ചാലും? അങ്ങനെ നിന്നു മുറ്റത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പുറകിലാരോ സീരിയസ്ലി അവിടെ എന്തുണ്ടായിരുന്നു? വാഴയില. ആ വാഴയുടെ മുകളിലേക്ക് എന്റെ ഫാദറിന്റെ വെള്ളമുണ്ട് പറന്നു പോയിട്ട് അവിടെ കിടന്നിട്ട് വാഴയിലേമ്മ ചുറ്റിയിട്ട് അത് കിടന്ന് ആടുന്നുണ്ട്. സത്യം ഞാനത് കണ്ടത്. പിന്നെ ഞാൻ കുറച്ചേരം അവിടെ കിടന്ന് ഉറങ്ങി. നേരം വിളിച്ചിട്ടാണ് നാട്ടുകാർ പറഞ്ഞു എന്റെ ബോധം പോയത്. ഉറങ്ങിയതാണ്, ബോധം പോയതാണ്. അത് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ ബോധം പോയത്. ഞാൻ ഉറങ്ങി. വെരി നൈസ് സ്ലീപ്പ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ പേടിച്ചത് എന്തൊക്കെയാ? ഇപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു പേടി വരും. അതല്ലാതെ വേറെ എന്തൊക്കെ നിങ്ങൾ പേടിച്ചിട്ടുണ്ട്? രാത്രി പേടിയുണ്ടോ? ബാറിലോ? മാർക്ക്. എടാ അങ്ങനെ പേടിക്കൊന്നും വേണം. നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. Put your 100% effort. Go for examination. Wait for the result. Accept the result and move on.